സാറേ നമസ്കാരം. അഖിലുമായിട്ട് സംസാരിച്ചപ്പോഴേ എയർ ടെർമിനലിന്റെ കാര്യത്തിനകത്ത് ഒരു ഡൗട്ട് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ ഒരു കറക്ഷൻ പറഞ്ഞായിരുന്നു. എനിക്കത് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലായില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ഉണ്ടാക്കുന്നത്. സാറിന്റെ കൺസേണ് ഈ ഡിഫ്യൂസർ എല്ലാം കറക്റ്റ് ലൈനിലാണോ വരുന്നതെന്നുള്ളതാണോ? ഇതെല്ലാം കറക്റ്റ് ലൈനിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ ഇതിനു വേണ്ടി തന്നെയുള്ള അങ്ങനെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇത് ഈ പ്രോസ്പെക്റ്റീവ് വ്യൂവിൽ വരുമ്പോൾ അങ്ങനെ തോന്നിക്കുന്നത് കണ്ടോ, ഇതുപോലെ വരും. ഇത് സീലിങ്ങിന്റെ താഴെ ഇരുന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിഫ്യൂസറും കൂടെ വേണ്ട. ഇത് 4 സപ്ലൈ വരുന്നു, തണുത്ത കാറ്റ് വരുന്നതാണ് ഈ 4. ഇത് ഒരെണ്ണം റിട്ടേൺ, ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആ ഡിഫ്യൂസർ അത് എങ്ങനെയാണ് സീലിംഗ് വരുന്നത്, അത്രയും ഡിഫ്യൂസർ വെക്കാൻ പറ്റുമെന്ന്. ഈ ഡൈനിങ് ഏരിയയിൽ ഉണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 4 5 6 7 8 9 ഈ 3 റിട്ടേൺ, ഇതെല്ലാം സപ്ലൈ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി റൂമിലോട്ട് വരുമ്പോൾ 1 2 സപ്ലൈ. ഇതെല്ലാം ഈ ടോപ്പിൽ ഇരുന്ന് കാണിക്കാവേ. ടോപ്പിൽ ഇരുന്ന് പാരൽ വ്യൂവിൽ സാർ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെല്ലാം ഇത് റിട്ടേണാ 3. ഇത് സപ്ലൈ. ഇതെല്ലാം ഒരേ ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് സീലിംഗിൽ നമ്മളൊരു പ്രൈമറി ഡിസ്കഷൻ, അത് സീലിംഗിന്റെ ഡീറ്റെയിൽസിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നെങ്കിൽ മാറ്റാം. എന്നിട്ട് അത് കറക്റ്റാക്കി നമുക്ക് കസ്റ്റമർ പറയുന്ന രീതിയിൽ, ഇപ്പം ഈ ഭാഗത്തല്ല വരേണ്ടത്, ഇത് കുറച്ചും കൂടെ എൻഡിലോട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇത് നമ്മൾ ആ യൂണിറ്റിന്റെ ഫാനിനെ ഡിസ്റ്റർബ് ചെയ്യാതെയും ലൈറ്റ് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലൊക്കെ കൺസിഡർ ചെയ്താണ് ഈ ഡിഫ്യൂസറിന്റെ പൊസിഷൻ വെച്ചിരിക്കുന്നത്. ഈ ഡിഫ്യൂസറിന്റെ പൊസിഷന്റെ കാര്യമാണ് സാറ് അഖിലിനോട് സംസാരിച്ചെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സാറേ.